അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളുടെ സൂറ ബഖറയിലെ 42-ാമത്തെ വചനത്തിൽ നൽകുന്ന വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള തുടരുന്നു. Each verse of the Holy Quran has great importance for us. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവും വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. When Allah has raised someone, അല്ലാഹു തആല ആരെയെങ്കിലും അവൻ്റെ കൽപ്പനകൾ എത്തിക്കുന്നതിനായി നിയോഗിക്കുമ്പോൾ, think how unfortunate these people have become upon their rejection of the divine light. അത്തരത്തിലുള്ള ആളെ നിഷേധിക്കുന്നതിലൂടെ ദൈവിക പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന അവരുടെ അവസ്ഥ എത്രമാത്രം പരിതാപകരമാണ്. അതുമാത്രമല്ല, it is Allah himself who removes them from the circle of the prophets. അല്ലാഹു തആല സ്വയം തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വൃത്തത്തിൽ നിന്നും ഈ ആളുകളെ മാറ്റി നിർത്തുന്നത്. ബിക്കോസ് ഓഫ് ദ കൺസീൽഡ് മെലഡി ഇൻ ദെയർ ഹാർട്ട്സ്. കാരണം അവരുടെ ഹൃദയങ്ങളിൽ അവർ മറച്ചു വച്ചിരിക്കുന്ന, ഗോപ്യമാക്കി വച്ചിരിക്കുന്ന രോഗകാരണം കൊണ്ടാണത്. സംശുദ്ധമായ ഒരു ഹൃദയത്തോടെ കാര്യങ്ങൾ കേൾക്കുവാനോ നോക്കിക്കാണുവാനോ അതിനെ മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ ശ്രമിക്കുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങളിൽ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ രോഗം അവർ മറച്ചു വച്ചിരിക്കുകയാണ്. സന്ദർഭം വരുമ്പോൾ അത് അവർ പുറത്തെടുക്കുന്നു എന്ന് മാത്രം. They have made too much fun and mockery of the divine revelations. ഇപ്രകാരം ദൈവിക വെളിപാടുകൾ വരുമ്പോൾ അവർ വളരെ വലിയ അപഹാസ്യങ്ങളോടെ, കളി തമാശയോടെ ആണ് അവയെ നോക്കിക്കാണുന്നത്. They tortured the prophets of Allah. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവർ പീഡിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഹൃദയരോഗം ബാധിച്ചു പോയ മനുഷ്യർ മുൻകൂട്ടി കരുതി വച്ചിരിക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അജണ്ടകൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾക്കും ഈ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പോലും കഴിയാത്തത്. അത് അവരുടെ ഹൃദയങ്ങളിൽ ബാധിച്ചിരിക്കുന്ന മഹാരോഗങ്ങളാണ്. Allah says to fear him alone. അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആലയെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ എന്ന് അല്ലാഹു തആല പറയുന്നു. For he shall forgive. അല്ലാഹു തആല മാപ്പ് ചെയ്യുന്നവനാണ്, പുറത്തു തരുന്നവനാണ്, നിങ്ങളോട് ക്ഷമിക്കുന്നവനാണ്. As long as life is still in the temporal body. നിങ്ങളുടെ ഈ താൽക്കാലിക ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം.
അപ്പം നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും, നിങ്ങൾക്ക് പുറത്തു വരും, നിങ്ങളോട് ക്ഷമിക്കും. പക്ഷേ നിങ്ങൾ അവനിലേക്ക് തിരിയണം, അവനെ മാത്രം നിങ്ങൾ ഭയപ്പെടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. Allah knows what will be the destiny of these people in the next life. അടുത്ത ലോകത്ത്, വരും ലോകത്ത് ഇവരുടെ വിധി എന്തായിരിക്കും എന്ന് അല്ലാഹു തആലയ്ക്ക് നല്ലതുപോലെ അറിയാം. Allah knows what will be the destiny of these people in the next life upon their turning their backs. ഈ പിന്തിരിഞ്ഞു പോയതിന് അവർക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്ന വിധി എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അല്ലാഹുവിന് അറിയാം. ടു ദ മാനിഫെസ്റ്റേഷൻ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്നതിന് അല്ലാഹു തആല എന്ത് വിധിയാണ് അവർക്ക് വെച്ചിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അവർ പാരിത്രിക ലോകത്തിൽ കാണുക തന്നെ ചെയ്യും. തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ക വഅൻതും തഅലമൂൻ. വളരെ ഗൗരവതരമായ ഒരു കാര്യം അവരെ ഉണർത്തുകയാണ്. വലാ തൽബിസു, നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്, മിക്സ് ആക്കരുത്, അൽ ഹഖ്ക ബിൽ ബാത്തിലി, സത്യവും അസത്യവും തമ്മിൽ. അപ്പോൾ കുറേ സത്യങ്ങളും കുറേ അസത്യങ്ങളും, ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന ഈ പ്രവൃത്തി നിങ്ങൾ തുടരരുത്. വതക്തുമുൽ ഹഖ്ക, അതുപോലെ നിങ്ങൾ സത്യത്തെ മറച്ചു വയ്ക്കുകയും അരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല അവൻ്റെ പ്രജകൾക്ക് ബോധനം നൽകുന്നതിന് വേണ്ടി ദൂതന്മാരെ നിയോഗിക്കുമെന്നും അപ്രകാരം ദൂതന്മാരുടെ സുവിശേഷങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന, അവരുടെ കൈകളിലിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സത്യം അവർ മറച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് അവിടെ അവർ അസത്യം സ്ഥാപിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരിക്കുന്നു. ആൻഡ് ഡു നോട്ട് മിക്സ് അപ്പ് ദ ട്രൂത്ത് വിത്ത് ദ ഫാൾസ്ഹുഡ്, നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. നോർ ഹൈഡ് ദ ട്രൂത്ത്, അതുപോലെ നിങ്ങൾ സത്യത്തെ മറച്ചു വയ്ക്കുകയും അരുത്. വൈൽ യു നോ, ഇതെല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദഗ്രന്ഥം അതിന് സാക്ഷിയാണ്. ഹിയർ ദ ജ്യൂസ് ആർ ഫോർബിഡൻ ടു മിങ്കിൾ ദ ട്രൂ വിത്ത് ദ ഫാൾസ്. ഇവിടെ ജൂതന്മാരോട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. ആ നിരോധിക്കപ്പെട്ട കാര്യം എന്താണ്? സത്യവും അസത്യവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ബൈ കോട്ടിങ് വേഴ്സസ് ഫ്രം ദെയർ സ്ക്രിപ്റ്റേഴ്സ്, അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള വചനങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ്, എടുത്തുദ്ധരിച്ചുകൊണ്ടാണ്. ആൻഡ് പുട്ടിങ് റോങ് ഇൻ്റർപ്രിട്ടേഷൻസ്, എന്നിട്ട് തെറ്റായ വിശദീകരണങ്ങൾ അതിന് നൽകുകയും ചെയ്യുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ എടുത്ത് വായിച്ചതിന് ശേഷം അതിനെ തെറ്റായ നിലയിൽ അതിനെ വ്യാഖ്യാനിച്ച് അവർ അതിനെ സത്യത്തെ മറയ്ക്കുവാൻ, ദുർവൃത്തിയെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ എന്തിനാണ് അവർ നൽകുന്നത്? ഇപ്പം വിശുദ്ധ ഖുർആൻ തന്നെ ഖാതമുൻ നബീൻ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകനും വരില്ല, ഈ ഖുർആൻ പഠിപ്പിക്കാൻ ഇനി ആരും വരില്ല, ഞങ്ങൾ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 72 കക്ഷികളായി അതിൻ്റെ ശാഖോപശാഖകളുമായിട്ട് ലോകത്ത് വരുന്നു. ഈ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ തെറ്റായ നിലയിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് നൽകുകയാണ്, അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുകയാണ്. അതുമൂലമാണത് ടു ദം ആൻഡ് ടു സപ്രസ് ഓർ ഹൈഡ് ദ ട്രൂത്ത്. ഒന്നുകിൽ സത്യത്തെ അവർ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. ഓർ ഹൈഡ്, അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സത്യത്തെ മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുക, ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. എന്തിനാണ്? സപ്രസ് സച്ച് പ്രൊഫസീസ് ഇൻ ദെയർ സ്ക്രിപ്റ്റേഴ്സ്, അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള ഈ പ്രവചനങ്ങളെ അവർ എന്തിനാണ് അടക്കി വയ്ക്കുന്നത്? അവർ പുറത്തേക്ക് കാണിക്കാത്തത് എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അവർ വെളിപ്പെടുത്താത്തത് എന്താണ്? ആസ് റെഫർ ടു ദ പ്രോമിസ്ഡ് പ്രോഫറ്റ്, വാഗ്ദത്ത പ്രവാചകനെക്കുറിച്ച് വളരെ വ്യക്തമായി വരുന്നതാണ്, നിങ്ങളത് സ്വീകരിക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥവചനങ്ങളെയൊക്കെ എന്തിനാണ് അവർ മറച്ചു വയ്ക്കുന്നതെന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു. എന്തുകൊണ്ടാണ് അത് പുറത്തു വിടാത്തത്? സാധാരണ ആളുകളിലേക്ക് ഈ പരമമായ സത്യം അവരെത്തിക്കാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ കാന ആമന അശറത്തു മിൻഹും,
ആ മദീനയിലുണ്ടായിരുന്ന ജൂത പുരോഹിതന്മാരിൽ ഒരു 10 പേര് വിശ്വസിച്ചിരുന്നെങ്കിൽ ആ മദീനയിലുള്ള സകല ആളുകളും വിശ്വസിക്കുമായിരുന്നു എന്ന്. അപ്പോൾ പുരോഹിതന്മാരെ നോക്കിയിരിക്കുന്ന സാധാരണ ജനങ്ങളാണ്. അവർ പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുക. ഇന്ന് അഹമ്മദിയ ജമാഅത്തിൽ ഇരിക്കുന്നത് പോലെ എല്ലാ ഖലീഫ വിശുദ്ധ ഖുർആനിലേക്ക് അവർ നോക്കുന്നില്ല, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക് നോക്കുന്നില്ല, വിശുദ്ധ മിർസ ഗുലാം അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങളിലേക്ക് നോക്കുന്നില്ല. അവരാകെ നോക്കുന്നത് ഖലീഫ. ഇതുപോലെ മുൻകാലങ്ങളിലും ഈ ഓരോ മതവിഭാഗങ്ങൾ ആളുകൾ അവരുടെ പുരോഹിതന്മാരെയാണ് അവർ നോക്കിയത്. അതുമൂലമാണ് അവർക്ക് സത്യം ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നത്. അങ്ങനെ പ്രവാചകന്മാർ വരുമെന്നുള്ള സുവിശേഷം മുൻകാലങ്ങളിലുള്ള ഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്നു. പിൽക്കാലത്ത് വന്ന വിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെ അവൻ്റെ ഗ്രന്ഥത്തെ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട് നിയോഗിക്കുമെന്ന് കൽപ്പിക്കപ്പെട്ടിട്ടും ഇതൊന്നും സ്വീകരിക്കാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്ലാഹു തആലയ്ക്ക് നല്ലതുപോലെ അറിയാം. ദേ യൂസ്ഡ് ടു ഹൈഡ് ദ ട്രൂ റെവലേഷൻസ്. സത്യമായി അവതരിച്ച വെളിപാടുകളെ അവർ മറച്ചു വയ്ക്കുകയാണ്. ആസ് ദീസ് വിൽ ഡിസ്റപ്റ്റ്. കാരണം എന്താ? ഇതവർ വെളിപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് തടസ്സമുണ്ടാകും. ദെയർ ലക്ഷ്യൂറിയസ് ആൻഡ് കറപ്റ്റഡ് ലൈഫ്. അവർ സുഖലോലുപരായി കഴിയുകയാണ്. ആ സുഖലോലുപതയായി കഴിയുന്ന അവരുടെ ജീവിതത്തിന് ഇത് തടസ്സമാകും ഈ സത്യം പുറപ്പെടുക. ആൻഡ് കറപ്റ്റഡ് ലവ്, അതുപോലെ അഴിമതി പുരണ്ട അവരുടെ ലൈഫ്, അവരുടെ ജീവിതം. അഴിമതി പുരണ്ട അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ സുഖലോലുപതയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഇവർക്ക് ഈ പരമമായ സത്യം പുറത്തു വിടുവാൻ കഴിയില്ല. കാരണം അവരുടെ ഈ 2 കാര്യങ്ങൾക്ക് അഴിമതി പുരണ്ട ജീവിതവും അവസാനിപ്പിക്കേണ്ടി വരും, ഈ സുഖലോലുപതയിൽ കഴിയുന്ന അവസ്ഥയ്ക്കും മാറ്റം വരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈ സത്യം വെളിപ്പെടുത്താത്തത്. അങ്ങനെ ഇന്നത്തെ മുസ്ലിം സമൂഹവും ഈ പരിശുദ്ധമായ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് അതിൻ്റെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അസത്യത്തിൻ്റെ പ്രചാരകരായി മാറിയതിൻ്റെ ദുരന്തങ്ങൾ ലോകമെങ്ങും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. മാനവകുലം നാശത്തിലേക്ക്, നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധമായ വചനങ്ങൾ മനസ്സിലാക്കി ഈ പരിശുദ്ധനായ ദൂതന്മാരിലൂടെ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കരുണാവാരിധിയായ അള്ളാഹു ഏർപ്പെടുത്തിയ ഈ സംവിധാനത്തെ തച്ചുടക്കാൻ ശ്രമിക്കുന്നവർ കരുതിയിരിക്കട്ടെ, അവർക്ക് ഇഹലോകവും പരലോകവും നഷ്ടമാകുന്നതിന്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ സന്ദേശം ലോകമെങ്ങും എത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഹസനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.